ഇനി മേക്കപ്പ് കഴിഞ്ഞ് ഇവിടെ നർത്തകിമാർ ഒരുങ്ങി. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തു. ഫുള്ള് എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാനാ ലാസ്റ്റ് തുടങ്ങിയത്. ഇവിടെ സംഭവ ബഹുലമായ പല കാര്യങ്ങളും നടത്തും. ഇനി ഗ്ലോബൽ വില്ലേജിൽ ഞങ്ങൾ പെർഫോം ചെയ്യൂല, ഞങ്ങൾക്ക് മതിയായി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഇന്ന് എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിൻ്റെ പിന്നാമ്പറ കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വ്ളോഗിൽ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ പ്രോഗ്രാം ഇന്ന് വൈകിട്ട് 7 മണിക്ക് കേട്ടോ, ഗ്ലോബൽ വില്ലേജ് വെച്ചിട്ട്. അപ്പം എനിക്ക് എന്തായാലും ഓഫീസിൽ പോകണം. ഞാൻ എന്തായാലും ഹാഫ് ഡേ ലീവ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഈവനിങ് അവിടെ പെർഫോം ചെയ്യാൻ പറ്റൂ. എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി ലീവാണ്, അതുകൊണ്ട് തന്നെ അവർ മേക്കപ്പൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 1 മണിയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. ഇനി റൂമിലെത്തിയിട്ട് വേണം ഒന്ന് ഫ്രഷ് ആയിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമാണ് ഇവിടെ മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാർ. ഇവിടെ എല്ലാവരും മേക്കപ്പ് ചെയ്ത് കണ്ടോ. ഇവിടെ മേക്കപ്പിൻ്റെ പണിയിലാണ്. വീണേച്ചൊക്കെ സെറ്റാക്കാണ്. എന്താ ഈ പരിപാടി? ഇതാണ് സൂര്യനും ചന്ദ്രനും ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. അത് കുറച്ചും കൂടി ഇത് വേണം, വീണേച്ചി അടുപ്പിക്കണം. അതിങ്ങനെ സെറ്റാക്കുന്ന കേട്ടോ. നമ്മള് മേക്കപ്പ് തുടങ്ങാണ്. ചേട്ടൻ്റെ പേരെന്താ? ശരത്ത്. അപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ശരത്തായിരുന്നു കോണ്ടാക്ട് ചെയ്യാം അല്ലേ? ആ, ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ പ്രോപ്പർ ക്ലാസിക്കൽ ഡാൻസിൻ്റെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഈ മേക്കപ്പ് ഐറ്റംസിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ ആ ഒരു പഴയ ഗുഡ് ഓൾ ടൈംസിലേക്ക് പോയതുപോലെ തോന്നി. ഒരുപാട് കാലം ശാസ്ത്രീയമായിട്ട് നൃത്തം പഠിച്ചിട്ട് പിന്നീട് പല സാഹചര്യങ്ങൾ കൊണ്ട് ഇത് ഉപേക്ഷിക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. ദുബായിലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ പൊതുവെ അവസരങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ വല്ലപ്പോഴും കിട്ടുന്ന വേദികൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ പൊതുവെ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് മാൻ ചേട്ടന്മാരെഴുതുന്ന കണ്ണാണ്. അവർ എത്ര മനോഹരമായിട്ടാണ് നമുക്ക് കണ്ണെഴുതി തരുന്നത്. അത് നമ്മൾ സ്വന്തമായിട്ട് ഡാൻസിന് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാറില്ല എന്നാണ് സത്യം. ഞാൻ അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ത് ഇനി ബാക്കിയുള്ള ഓർണമെൻറ്റ്സും മുടി കെട്ടണം, ഓർണമെൻറ്റ്സ് ഇടണം, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ നമ്മുടെ ശ്യാമിലി മോൾ മുടി കെട്ടുകയാണ്. നമ്മളെ ഫുള്ള് ചെയ്തു തരുന്ന ശരത്തായിരുന്നു കേട്ടോ. ശരത്താടിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നിർത്തി ഫുള്ള് ഒക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തല്ലേ ഇത് കണ്ടോ, ഫുള്ളൊക്കെ കഴിഞ്ഞ് ലിപ്സ്റ്റിക്കും പൊട്ടും ഒക്കെ സെറ്റ് ചെയ്താൽ മതി. വീണേച്ചി ഞാനും ഒരേപോലെ. നമ്മൾ രണ്ടാളും മുടി കെട്ടണം, പിന്നെ ഫുള്ള് സംഭവങ്ങൾ വെക്കണം. ചേട്ടൻ ഭയങ്കര ഫാസ്റ്റാട്ടോ, ഒക്കെ പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ട്. ദുബായിലല്ല UAE നിങ്ങൾക്ക് എവിടെ മേക്കപ്പ് ചെയ്യണോ ചേട്ടൻ അവിടെ എത്തിയിരിക്കും അല്ലേ? ഓ വള ഇതിട്ട് ക്രീം ഇട്. അതാ ഞാനും ക്രീം ഇട്ടേ. നമ്മൾ വള ഇടണമെങ്കിലേ പണ്ടൊക്കെ നമ്മൾ സോപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ക്രീമാണ്, മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് വള പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും.
അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തു ഫുള്ള്. എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. ഞാനാ ലാസ്റ്റ് തുടങ്ങിയത്, ഞാനാണ് ഫസ്റ്റ് കഴിഞ്ഞത്. ആ ലേറ്റസ്റ്റ് ആവുന്നു. ഇവിടെ ഒരു പെണ്ണ് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാരും റെഡിയായിട്ടോ. ഇപ്പൊ എല്ലാരും റെഡിയല്ലേ പെർഫോം ചെയ്യേ? അറിയ പറയോ ഇതൊക്കെ അലത്തിയൊക്കെ ഇട്ടു. ഇപ്പൊ നമ്മള് എല്ലാരും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. 6 മണിക്ക് എത്തണം. ഇപ്പൊ ഏകദേശം 5 കഴിയുമ്പോഴായി. നമ്മള് ടാക്സി കയറി കേട്ടോ. അയ്യോ ഒന്നും പറയണ്ട, നമ്മള് ഒരു ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഫുള്ള് ആദ്യമൊക്കെ നമ്മള് ഭയങ്കര കാമായി ചെയ്തല്ലേ, പിന്നെ അവസാന നിമിഷത്തിൽ നമ്മൾ ഹറി ബറിയാക്കി. ഒന്നിനും ഒരു സമയം കിട്ടാത്ത പോലെ. ഫൈനലി നമ്മള് കൊറേ ട്രാഫിക് കഴിഞ്ഞ് നമ്മള് ഗ്ലോബൽ വില്ലേജിന്റെ പടി കണ്ടു. ഇനി അങ്ങോട്ട് എത്തിയാ മതി. ഇവിടെ പലരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഡാൻസ് കളിക്കാനല്ല, നമ്മൾ സമയത്തിന് എത്താത്തതിന്റെ ബുദ്ധിമുട്ടുകൾ. നമ്മള് ഗ്ലോബൽ വില്ലേജ് എത്തിയട്ടാ. किधर है भैया? उधर ही है क्या? हैप्पीनेस गेट. अब थोड़ा उस तरफ से जा सकता? नहीं. हैप्पीनेस गेट और किधर इधर उतरना है? ഓക്കെ, നമ്മളിവിടെ എത്തിയട്ടാ. ഓക്കെ, നമ്മളിവിടെ എത്തിയട്ടാ ഗ്ലോബൽ വില്ലേജിന്റെ ഫ്രണ്ടില്. Four people. Which pavilion you show? India. Come okay? 7 o'clock. Enjoy. Good luck. Bye. Thank you. Performance, yes. Performance ആണോ? നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. ഇന്ത്യൻ പവലിയൻ എവിടെയാടാ? ഇതേനോ? ആ ഇന്ത്യയിലെത്തി. അതാ ഇന്ത്യൻ പവലിയൻ എത്തി കേട്ടാ. അങ്ങനെ നമ്മള് ഇന്ത്യൻ പവലിയനിൽ കയറി കേട്ടോ. ഗണേശിന്റെ കന്നി ഇതല്ലേ ആ വില്ലേജില് വരുന്നത്. ആ എത്ര വർഷമായി ദുബായില്? 3 വർഷം കഴിഞ്ഞു. ആ ദുബായില് 3 വർഷമായിട്ട്. എന്തുകൊണ്ടാ റീസൺ എന്താ? നാട്ടിലാണ്. അപ്പൊ 3 ഹസ്ബൻഡ് ഒരുമിച്ച് വരാനായിരുന്നു വിചാരിച്ചത്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ദൈവം വിധിച്ചത്. ബന്ധമില്ല. സ്റ്റേജ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള സ്റ്റേജാണ്. അത് വന്നോളൂടാ, പാട്ട് കേട്ടല്ലേ. അവിടെ നടന്നോ. നമ്മളോട് ഗ്രീൻ റൂമില് ചെല്ലാൻ പറഞ്ഞു കേട്ടോ ഇവിടുത്തെ ഒരു ഓർഗനൈസർ. ഹിസിന്റെ ഭാഗ്യം. സോറി. ചിലങ്കൊക്കെ കെട്ടി കേട്ടോ. ഇനി കളിച്ചാ മതി. ഒരുപാട് വേറെ കുറെ പെർഫോമൻസ് ഒക്കെ ഉണ്ടോ. കൃഷ്ണ കൃഷ്ണ സ്മൈൽ പ്ലീസ്. കൃഷ്ണ സ്മൈൽ പ്ലീസ്. എല്ലാരും സുന്ദരികളായിട്ടുണ്ട് കേട്ടോ. കൃഷ്ണന്റെ അടുത്ത് കൃഷ്ണ പക്ഷെ
അങ്ങനെ നമ്മൾ ഏകദേശം കയറാനുള്ള സമയമായി. മനസ്സിലൊന്നുമില്ലല്ലോ, കളിച്ചു അത്രയാണ്. जहाँ दिन निकले सुनकर श्लोक कुर्बानी और अज़ान चंद्रचूड शिव शंकर पार्वती रमण निगे ഇവിടെ സംഭവ ബഹുലമായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ വെളിപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതെ, നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. ഇനി ഇതൊക്കെ ആടെ ആഭരണങ്ങൾ അഴിച്ചിടണം. ലാഷി സേ ഹായ്, സേ ഹായ്, ബൈ. ഹലോ ഗൈസ്, ഇവിടെ രാശി ഉണ്ട് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഡാൻസ് പ്രോഗ്രാം വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ ഡാൻസ് വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.